My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. So നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പിരിച്വൽ ജേണിയെ പറ്റി അല്ലേ. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഒരുപാട് ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് യെസ്, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷനും അതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് അതുപോലത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് അഗെയിൻ, ഓരോ ആളുകളുടെ സ്പിരിച്വൽ ജേണീസും ഡിഫറെൻ്റ് ആണ്. സോ ഒരിക്കലും നിങ്ങൾ അവരുടെ ലൈഫിൽ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കാം, ഒരിക്കലും നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യരുത്. ബട്ട് നമുക്കതൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഓരോരുത്തരും യൂണീക്ക് ആയിട്ടുള്ള ആളുകളാണ്. ഈവൻ നമ്മുടെ സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ സോൾ, ട്വിൻ ഫ്ലെയിം, ഇതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സ്വഭാവം, ഒരു പൊതുവെയുള്ളൊരു സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലേ. അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. എനിക്ക് പറ്റാത്ത കാര്യം മേ ബി നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമായിരിക്കാം, റൈറ്റ്? എനിക്കറിയാത്തൊരു കാര്യം, എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ ഞാൻ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് പേർപ്പസും ലൈഫ് ഇൻറ്റൻഷനും ആ ഒരു ജേണിയും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. സോ ഞാൻ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ എൻ്റെ ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻറ്റൻഷൻ ഉള്ളൊരു സോളാണ് ഞാൻ, അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ സൈക്കിക്കലി സർവീസ് ചെയ്യേണ്ട ഒരു സോളാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് പേർപ്പസ് എന്ന് പറയുന്നത് സർവീസ് ആണ്. മേ ബി നിങ്ങളുടേത് വേറെ എന്തെങ്കിലും ഒരു ടാലൻ്റ് ആയിരിക്കാം. മേ ബി നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ അറിയപ്പെടേണ്ട മേഖല, കർമ്മ ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങളുടെ പാത്ത് ഡിഫറെൻ്റ് ആയിരിക്കാം. ബട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ഇത് എൻ്റെ ലൈഫിൽ എവിടേക്ക് ഞാൻ അപ്ലൈ ചെയ്യണം. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ലിമിറ്റ് ചെയ്യില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണിയിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്, വളരെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു ഓൺ ഫാസാണ്, നിങ്ങളുടെ ഓൺ ലൈഫ് ചാലഞ്ചാണ്. ആൻഡ് അത് നമ്മൾ മനസ്സിലാക്കി വരുന്ന സമയത്ത് നമുക്കത് സോൾവ് ചെയ്യാനും നമുക്കതിലേക്ക് ഇറങ്ങി വരാനും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളെ പറ്റിയിട്ട് പഠിക്കുകയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറയാം. ചെറിയൊരു കാര്യമാണ്, ബട്ട് നിങ്ങൾക്ക് പല ആളുകൾക്കും അത് വലിയൊരു റിലീഫ് ആയിരിക്കാം. ബിക്കോസ് നമ്മൾ ഹ്യൂമൻ എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. സോ അവിടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞാലും എത്ര വേണ്ടെന്ന് വെച്ചാലും അതിൻ്റെതായിട്ടുള്ള വേദനയും സ്ട്രഗിളും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും അല്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഈസി ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഒരു ജേർണിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട, നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ലെസൺ എന്ന് പറയുന്നത് അതുവരെ നമ്മളുടെ കൂടെ ഉണ്ടായിട്ടുള്ള വ്യക്തികളായിക്കൊള്ളണമെന്നില്ല. സോ ഓരോ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകൾ നമ്മളുടെ ആ ഒരു സ്ക്രീനിൽ നിന്ന് പിറകോട്ട് പോകണം, ചില ആളുകൾ അത് പുതിയതോ അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ അപ്പിയർ ചെയ്യണം. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജേർണി കുറച്ചുകൂടെ ഒന്ന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ അതുവരെ വളരെ പ്രധാനമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, ചില ആളുകൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത്, ചില ആളുകളുടെ മാറ്റങ്ങൾ, ചില ആളുകൾ നമ്മുടെ ലൈഫിൽ ലെസണായി വരുന്ന സമയത്ത് നമ്മളത് വളരെ ഇമോഷണലി എടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ വളരെ സെൻറ്റിമെൻ്റലായിട്ട് ആ ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഒരു മൂവി പോലെ നമ്മളത് കണ്ടിരിക്കാം. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഠമാണ് എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ. അതുവരെ നമുക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ആളുകളെ എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ അല്ല, നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എനർജിയുമായിട്ട് അവർക്ക് അലൈൻഡ് ആയിട്ട് വരാൻ പറ്റില്ല.
അതിനർത്ഥം അവർ റോങ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതല്ല, അവർ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. അവരുടെ പാത്ത് ഡിഫറെൻ്റ് ആണ്, അവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. മേ ബി അതുവരെ നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കാം വന്നിട്ടുണ്ടായിരിക്കുക, ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ടും ആ വ്യക്തികൾ ഇങ്ങോട്ടും ആയിരിക്കാം പോകേണ്ടി വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ രണ്ട് വഴിയിൽ കൂടെ പോയി നമുക്കറിയില്ല നെക്സ്റ്റ് മേ ബി നമ്മൾ ഈ വഴികൾ വീണ്ടും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ടായിരിക്കണം. വീണ്ടും കൂട്ടിമുട്ടുന്ന സമയത്ത് നമ്മൾ ഇവരെ വീണ്ടും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഞാൻ അത്രയും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ എന്നോട് ഇങ്ങനെ ചെയ്തു, എന്നെങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു, അല്ലേ? മേ ബി ആ ഒരു ലെസൺ ആയിരിക്കാം നമ്മൾ വേറൊരു കാര്യത്തിലേക്ക് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കുക, റൈറ്റ്? അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പാസിലേക്ക് വരുന്നുണ്ടായിരിക്കുക. സോ ഓരോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ വ്യക്തികളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ ഒരുപാട് സെൻറ്റിമെൻ്റൽ ആയിട്ടോ ഇമോഷണലിയോ ഈ ഒരു ജേർണിയിൽ നമ്മൾ എടുക്കരുത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അതേ സുഹൃത്തുക്കളായിക്കൊള്ളണം എന്നില്ല നമ്മൾ പ്ലസ് ടുവിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത്, അല്ലേ? നമ്മുടെ ആ ഒരു സർക്കിൾ മാറും, നമ്മളുടെ ആ ഒരു കൂട്ടുകെട്ട് മാറും, നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാറും, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലേ? സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ യാത്ര ചില ആളുകളെ മാറ്റി നിർത്താൻ അത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് നിങ്ങളത് അലോ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും ആ ഒരു കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെ നിങ്ങളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു യാത്രയിൽ ഗ്രോ ചെയ്യാതെ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. സമയമെടുക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവശ്യമുള്ള സമയമെടുക്കുക. ബിക്കോസ് നമ്മളെല്ലാവരും ആ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിലൂടെയാണ്, മനുഷ്യൻ്റെ പല പല അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്, റൈറ്റ്? സോ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ മേ ബി എനിക്ക് സാധിച്ചോളണമെന്നില്ല, എനിക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചോളണമെന്നില്ല. നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, നിങ്ങളുടെ ഒരു ലിമിറ്റേഷൻ, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്റ്റക്കാവാതെ നിങ്ങൾ സമയം കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ മുന്നോട്ട് പതുക്കെ കൊണ്ടുവരിക. ഈ സമയത്ത് ആരുമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും കാരണം നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജേർണിയിലാണ്. മേ ബി അവർ അങ്ങനെ ചെയ്യുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് മാത്രമല്ല കർമ്മ, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല ലൈഫിലെ ലെസൺ എന്ന് പറയുന്നത്, അല്ലേ? എസ്പെഷ്യലി നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് ഒരാളുടെ അടുത്ത് വളരെ സോൾ കണക്ഷൻ തോന്നി, ഓക്കെ, അവർ നമ്മുടെ ട്വിൻ ഫ്ലെയിം ആയിട്ട് നമുക്ക് തോന്നി, പക്ഷെ അവർ ഈ സമയം നമ്മുടെ ലൈഫിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവർ വേറൊരു കാര്യം ചൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, വേറൊരാൾ ചൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, മേ ബി അത് അവർ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരുടെ ആ ഒരു സമയത്ത് ആ ഒരു ലെസൺ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവരുടെ സ്പിരിച്വൽ ജേർണിയിൽ അവർ കണക്ട് ചെയ്യേണ്ടത് ആ ഒരു കാര്യമായിരിക്കാം. സോ അത് നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കണക്ഷൻ, ഓക്കെ, നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ജെന്യൂൻലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പിടിച്ചു നിർത്തേണ്ട കാര്യമേ ഇല്ല. അത് എവിടെയൊക്കെ പോയിക്കോട്ടെ, ആരുടെ അടുത്ത് പോയിക്കോട്ടെ, എന്തൊക്കെ സിറ്റുവേഷനിൽ കൂടെ പോയിക്കോട്ടെ, ആ വ്യക്തി അത് മനസ്സിലാക്കാതെ പോയിക്കോട്ടെ, ആ ഒരു കണക്ഷൻ ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ കം ബാക്ക്. അല്ലെങ്കിൽ സിറ്റുവേഷൻ ഈവൻ നിങ്ങൾ ഡിമാൻഡ് ചെയ്യാതെ തന്നെ, നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ സിറ്റുവേഷൻ അത് വരും. സോ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അല്ലേ? സോ അതാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ അത് ഡൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ ഡൗട്ട് ചെയ്യാണ്, ആ ഒരു കണക്ഷൻ നിങ്ങൾ ഡൗട്ട് ചെയ്യാണ്, റൈറ്റ്? സോ എന്താണ് നിങ്ങൾ ആ ഒരു ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ കണക്ട് ചെയ്തത്, അതാണ് നിങ്ങൾ കൂടുതൽ വാല്യൂ ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ കൂടുതൽ കൂടെ പിടിക്കേണ്ടത്. എക്സ്റ്റേണലി എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്തും, ഓക്കെ, ആളുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്തും എപ്പോഴും നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു നോളേജ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വെസ്റ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സൈക്കിക് നോളേജ് ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവായിരിക്കാം എന്തിനെ പറ്റിയിട്ടും. അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു കഴിവുണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്കാണ് വരേണ്ടത്, പക്ഷെ ഇതുവരെ നിങ്ങളത് പുറത്തേക്ക് കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എക്സ്റ്റേണലുള്ള കാര്യങ്ങൾ, അത് ആളുകളായിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എൻകറേജ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾക്കറിയാം ഇതാണ് നിങ്ങളുടെ ടാലൻറ്റ്, ഇതാണ് നിങ്ങളുടെ ഒരു പേർപ്പസ്, ഇതിലേക്കാണ് നിങ്ങൾ വരേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രമാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, റൈറ്റ്? ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രവൃത്തികളും അതിനനുസരിച്ചിട്ട് വരാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോയിൽ അതിനെ നിങ്ങൾ വളരാൻ, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ നിങ്ങൾ അലോ ചെയ്യുക,
റൈറ്റ്? ആ ഒരു സമയത്താണ് അത് വർക്ക് ചെയ്യുക. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഡിറ്റാച്ച്മെൻറ്റ് ഓർ ലെറ്റ് ഗോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ സമയം പോകുന്ന ആളുകൾ പോട്ടെ, വരുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. എല്ലാം ടെമ്പററി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതിൽ പേടിച്ചിട്ട്, ബിക്കോസ് ഞാൻ ഒരുപാട് മെസ്സേജ് കാണാറുണ്ട്, എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നൊരു കാര്യം ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ തിരിച്ചെൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്നത്. സോ ഞാൻ അങ്ങനത്തെ ഒരു മെസ്സേജിനും ഞാൻ റെസ്പോണ്ടേ ചെയ്യാറില്ല, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് മൈ എനർജി. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, അത് ഞാൻ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതല്ല. എനിക്കറിയാം ഒരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കും. സോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത്, ഒരു സെപ്പറേഷൻ സംഭവിക്കുന്ന സമയത്ത്, നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് അലോ ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ അലോ ചെയ്യുക, അതിലൂടെ പോവാം. അതിൽ പാനിക് ആവണ്ട. നമ്മൾ പാനിക് ആവുന്ന സമയത്താണ് നമുക്ക് പേടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക. ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ആ ഒരു പെയിൻ ഉണ്ടാവും, പെയിൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, തോട്ട്സ് ഉണ്ടാവും, ഓവർ തിങ്കിങ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അലോ ചെയ്യുക. നമ്മളതിങ്ങനെ ഒന്നുകിൽ നമ്മളത് പിടിച്ച് വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത്, നമ്മളത് റെസിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിന് കൂടുതൽ നമ്മളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. ഇത് എവിടെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന സമയത്ത് എവിടെയൊക്കെ നിങ്ങളത് റിലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആളുകളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നിങ്ങളെ ഗ്രോ ചെയ്യേണ്ട ആളുകൾ നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെപ്പോഴും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ആരുമായിരിക്കാം, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ, നിങ്ങളുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ആരാണ് ഈ ഒരു സമയത്ത് ചാലഞ്ച് ചെയ്യുന്നത്, അത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. സോ റിലേറ്റ് ചെയ്യുക. സ്പിരിച്വൽ ജേർണിയെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെയാണോ കൂടുതൽ അറിയാൻ താല്പര്യം, നിങ്ങളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.